ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2022 ബാങ്കിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ആദ്യം നമ്മൾ 2019 അഡ്മിഷൻകാരുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് 2021 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തു. അതൊരു നോർമൽ ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. നമ്മൾ ഏകദേശം എക്സ്പെക്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് 2022 നമുക്ക് കാണാൻ കഴിയുക എന്നുള്ളതാണ്. കാരണം നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് എസ് എ വരെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് വളരെ ക്ലിയർ ആയിരിക്കും എന്താണ് അതിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ വാട്ട് ഡു യു മീൻ ബൈ എ ഫോറിൻ ബാങ്ക്? എന്തിനാണ് ഫോറിൻ ബാങ്ക് എന്ന് പറയുന്നത്? അതായത് വിദേശത്ത് തന്നെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് അവിടെ തന്നെ അതിൻ്റെ ട്രാൻസാക്ഷനൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനാണ് ഫോറിൻ ബാങ്ക് എന്ന് പറയുന്നത്. പിന്നെ നെഫ്റ്റ് കഴിഞ്ഞൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതായിരുന്നു. ഇപ്പോൾ വീണ്ടും നെഫ്റ്റും RTGS അത് രണ്ടിനെയും എക്സ്പാൻഡ് ചെയ്ത കാര്യമാണ് പറഞ്ഞത്. നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫറും റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റുമാണ് ഇവിടെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് നോട്ടിങ് ഇൻ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ്? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സിൽ നോട്ടിങ് എന്നുകൊണ്ടുള്ള വേർഡ് കൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്നുള്ളതാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഗവൺമെൻറ് ഒഫീഷ്യൽ സൈൻ ചെയ്തിട്ടുള്ള പേപ്പർ നോട്ടറിയാണ് എന്നാണ് അവർ അറിയപ്പെടുന്നത്. അതായത് അവരുടെ ഒരു സൈനോട് കൂടിയൊരു പേപ്പറാണത്. വാട്ട് ഈസ് മെൻറ്റ് ബൈ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ? അപ്പോൾ അത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ റിപ്പീറ്റേഷനാണ്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഇവിടെ 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞാൽ എസ് എ ക്വസ്റ്റ്യൻ ആയിരുന്നു. വാട്ട് ഡു യു മീൻ ബൈ റിപ്പോ റേറ്റ്? അപ്പോൾ ഇവിടെ റീപർച്ചേസ് അഗ്രിമെൻറ്റ് റേറ്റ് ആണ്. നമ്മൾ ഒരിക്കലും ഇഷ്യൂ ചെയ്ത് ഞങ്ങൾ രണ്ടാമതും പർച്ചേസ് ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട്, അപ്പോൾ ആ ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ഫിക്സ് ചെയ്യുന്ന റേറ്റാണ് റീപർച്ചേസ് അല്ലെങ്കിൽ റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റിപ്പോ റേറ്റും പ്രൈം റേറ്റ് നേരത്തെ ചോദിച്ചിരുന്നു, ബാങ്ക് റേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റിപ്പോ റേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ നോ ക്ലെയിം ബോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വാട്ട് ഡു യു മീൻ ബൈ ട്രാവലേഴ്സ് ചെക്ക്? ട്രാവലേഴ്സ് ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെക്കിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഞാൻ പഠിക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പം ഇവിടെ ചെക്കിൻ്റെ വേറൊരു ടൈപ്പാണ് ചോദിച്ചിരിക്കുന്നത്. ട്രാവലേഴ്സ് ചെക്ക് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും പൈസ കയ്യിൽ വെക്കുക എന്ന് പറഞ്ഞാൽ അത് പോസിബിൾ അല്ല. അത് തെഫ്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ്, അല്ലേ, അത് നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ അപഹരിച്ച് പോകാനുള്ളൊക്കെ ചാൻസ് ഉള്ളതുകൊണ്ട് നമുക്കൊരു ട്രാവലറെ സംബന്ധിച്ചോളം ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ട്രാവൽ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി ഇഷ്യൂ ചെയ്യുന്ന ചെക്കാണത്. അവർക്ക് എവിടെയാണോ എത്തുന്നത് അവിടുത്തെ ബാങ്കുമായിട്ട് ട്രാൻസാക്ഷൻ ചെയ്തുകൊണ്ട് അവർക്ക് ആവശ്യമുള്ള പൈസ അവിടെ നേടാം എന്നുള്ളതിൻ്റെ പ്രത്യേകത. പിന്നെ ഡെബിറ്റ് കാർഡ് എന്താണ്? അതൊക്കെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കാരണം അതായത് ഹൈലി ടെക്നോളജി ബേസ് ആയിട്ടുള്ള ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതിലേക്കൊക്കെ വരുന്നത്. ഡെബിറ്റ് കാർഡ് എന്താണെന്നുള്ളത് നമുക്കറിയാമല്ലോ. നമ്മുടെ അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ടോ ആ പൈസ വിഡ്രോ ചെയ്യാൻ മാത്രമേ അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ക്രെഡിറ്റ് കാർഡ് എന്താണെന്നൊരു ക്വസ്റ്റ്യൻ അവിടെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ക്രെഡിറ്റ് കാർഡ് ആകുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ എത്ര പൈസയാണുള്ളത് അതിനേക്കാൾ കുറച്ചുകൂടി എമൗണ്ടിന് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അതിന് കൃത്യമായ എഗ്രിമെൻറ്റ്സ് ഉണ്ടായിരിക്കും. എങ്ങനെയാണ് അവരത് നമ്മുടെ നിന്ന് ആ പൈസ തിരിച്ച് കളക്ട് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ അവിടെ ഉണ്ടായിരിക്കും. പിന്നെ ഏതെങ്കിലും 4 ഇൻഷുറൻസ് കമ്പനീസ് ഇന്ത്യയിലത്തെ മെൻഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് മെൻറ്റ് ബൈ ഡിസോണർ ഓഫ് ചെക്ക്? ചെക്ക് ഡിസോണർ ആവുന്നതിനെ കുറിച്ച് പറയാം. ഒരു ചെക്ക് ബാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ ക്യാഷായി മാറണമെങ്കിൽ അതിന് കുറേ കാര്യങ്ങൾ നോക്കാനുണ്ട്. അപ്പോൾ അതിൽ കൃത്യമായ സൈൻ ഉണ്ടായിരിക്കുക, അതിൻ്റെ അക്കൗണ്ട് നമ്പർ, അതേപോലെ അതിൻ്റെ ചെക്ക് യാതൊരു തരത്തിലുള്ള കീറലോ ക്ലിയർ ഇല്ലായ്മയോ ഒന്നും ഉണ്ടാവരുത് എന്നുള്ളതാണ് പറയുന്നത്. സൈനൊക്കെ വേണ്ട സ്ഥലങ്ങൾ ഉണ്ടായിരിക്കുക, കറക്റ്റ് ടൈമിൻ്റെ ഉള്ളിൽ നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ ഡിസോണർ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ചോദിച്ചു ഹു ഈസ് ആൻ ഇൻഷുറർ? ആരാണ് ഇൻഷുർഡും ആരാണ് ഇൻഷുററും? ഇവിടെ 2 പേരാണ് ഇതിൽ വരുന്ന കോൺട്രാക്റ്റിൽ വരുന്ന ആൾക്കാർ. ഒന്ന് ഇൻഷുറൻസ് കമ്പനീസും പിന്നെ ഒന്ന് ഇൻഷുറൻസ് എടുക്കുന്ന നമ്മളും, അല്ലേ? അപ്പോൾ ഇൻഷുർഡാണ് നമ്മളെല്ലാം. കമ്പനീസ് എല്ലാം ഇൻഷുറേഴ്സാണ്. വാട്ട് ഈസ് ക്യാഷ് റിസർവ് റേഷ്യോ? ക്യാഷ് റിസർവ് റേഷ്യോ, അപ്പോൾ ആ റേഷ്യോ നന്നായിട്ടൊന്ന് പഠിക്കുക. കാരണം സ്റ്റാറ്റ്യൂട്ടറി റേഷ്യോ ഉണ്ട്, ലിക്വിഡിറ്റി റേഷ്യോ വരുന്നുണ്ട്, അങ്ങനെ 2-3 കാര്യങ്ങൾ ബാങ്കുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ക്യാഷ് റിസർവ് റേഷ്യോ. അതായത് ഓരോ ബാങ്കിലും ഒരു നിശ്ചിത ശതമാനം എമൗണ്ട് ക്യാഷായി തന്നെ കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഇതിനെയാണ് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി റേഷ്യോ വരുന്നുണ്ട്, അല്ലേ? സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ വരുന്നുണ്ട് അതിൽ. വാട്ട് ഡു യു മീൻ ബൈ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്? ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടുത്തെ കസ്റ്റമറും ബാങ്കും തമ്മിലുള്ള ഒരു അഗ്രിമെൻ്റാണ്, ഒരു പ്രയർ അഗ്രിമെൻ്റാണ്. അതിൽ പറയുന്നത് നമുക്ക് ഒരു ബിസിനസ് ചെയ്യുന്ന ആളുകളാണ് കൂടുതലായി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താറുള്ളത്.
കാരണം നമ്മുടെ അക്കൗണ്ടിലുള്ളതിനേക്കാൾ പണം ചിലപ്പോൾ അവർക്ക് വിഡ്രോ ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. അപ്പോൾ ആ ഒരു ഫെസിലിറ്റി ബാങ്കുമായിട്ടുള്ള ഒരു എഗ്രിമെൻറ്റ് പ്രകാരം അവർക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് ടെലി ബാങ്കിങ് എന്താണെന്നുള്ളത് ടെലിഫോൺ യൂസ് ചെയ്തുകൊണ്ടുള്ള ബാങ്കിങ് ഫങ്ഷൻസ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ സോഷ്യൽ ഇൻഷുറൻസ് എന്താണെന്നുള്ളത്. അപ്പോൾ ഈ ഇൻഷുറൻസിൻ്റെ സോഷ്യൽ ഇൻഷുറൻസ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഇൻഷുറർ വന്നിട്ടുണ്ട്, 4 ഇൻഷുറൻസ് കമ്പനീസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 ക്വസ്റ്റ്യൻ ആയിരുന്നു ഇൻഷുറൻസിൻ്റെ ഭാഗത്ത് നിന്ന് വന്നത്. ഇപ്രാവശ്യവും 3 ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷേ അതെല്ലാം മിക്സ് ചെയ്തുകൊണ്ട് ഇടയിലൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറെ അപേക്ഷിച്ച് നോക്കുമ്പം കുറച്ച് റിപ്പീറ്റേഷനും ഒപ്പം വെറൈറ്റി ക്വസ്റ്റ്യൻസുമാണ് ചോദിച്ചിരിക്കണമെന്ന് തന്നെ പറയാം. ഇനി രണ്ടാമത്തെ സെക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ ലിസ്റ്റ് ഔട്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഫീച്ചേഴ്സ് ഓഫ് എ ബാങ്ക്. ബാങ്കിൻ്റെ ഫീച്ചർ, ക്യാരക്ടറിസ്റ്റിക്സ്, വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണത്. അതേപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പറയുന്നത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ബെനിഫിറ്റുകളൊക്കെ എന്താണെന്നുള്ളത്. വാട്ട് ആർ ദ വേരിയസ് ക്ലാസ്സസ് ഓർ ടൈപ്സ് ഓഫ് എൻഡോഴ്സ്മെൻറ്റ്. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. എൻഡോഴ്സ്മെൻറ്റും ഡിഫറെൻറ്റ് ടൈപ്സും ചെക്കും ഡിഫറെൻറ്റ് ടൈപ്സ്, എന്തൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്സുകൾ പഠിക്കാനുണ്ടോ, കമ്പാരിസൺ ഉണ്ടോ, അഡ്വാൻറ്റേജുകളുണ്ടോ, ഫങ്ഷൻസ് ഉണ്ടോ, ലിമിറ്റേഷൻസ്, ഇതെല്ലാം നമ്മൾ നന്നായി നോട്ട് ചെയ്യേണ്ടതാണ്. കാരണം അതെല്ലാം ചോദിക്കാൻ ചാൻസ് ഈ ഒരു രണ്ടാമത്തെ സെക്ഷനിലാണ്. വേരിയസ് ക്ലാസ്സസ്, അപ്പോൾ എൻഡോഴ്സ്മെൻറ്റ് ഏതൊക്കെയാണെന്നുള്ളത്. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ സ്വിഫ്റ്റ് എന്നാണ് പറയുന്നത്. സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇൻ്റർ ബാങ്ക് ഫിനാൻഷ്യൽ ഫണ്ട് ട്രാൻസ്ഫർ ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ഏറ്റവും ഈസി ആയിട്ടും ആക്യുറേറ്റ് ആയിട്ടും സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എല്ലാ ബാങ്കുകളും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു സിസ്റ്റം അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. നെക്സ്റ്റ് ലിസ്റ്റ് ഔട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ചെക്ക് ആൻഡ് ബാങ്ക് ഡിമാൻഡ് ഡ്രാഫ്റ്റ്. അപ്പോൾ അവിടെ എഴുതേണ്ടത് ചെക്ക് എന്താണെന്നുള്ളത് എഴുതുക, ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്താണെന്ന് എഴുതുക, എന്നിട്ട് ആ ഡിഫറൻസിലൂടെ എഴുതുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ലിസ്റ്റ് ഔട്ട് എനി 5 അഡ്വാൻറ്റേജ് ആൻഡ് ലിമിറ്റേഷൻസ് ടു ക്രെഡിറ്റ് കാർഡ്സ്. അപ്പോൾ 2 മാർക്കിന് ഡെബിറ്റ് കാർഡിനെ കുറിച്ച് ചോദിച്ചു. ഇവിടെ ക്രെഡിറ്റ് കാർഡിൻ്റെ 5 അഡ്വാൻറ്റേജും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, ലിമിറ്റേഷൻസും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ ട്രഡീഷണൽ ബാങ്കിങ് ആൻഡ് ഓൺലൈൻ ഇൻ്റർനെറ്റ് ബാങ്കിങ്. ബാങ്കിങ് പക്ഷേ കുറേയൊക്കെ നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഒരു പ്രാക്ടിക്കൽ നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്നത്. കാരണം ഇപ്പോൾ എല്ലാവരും ഓൺലൈനിലേക്ക് മാറിക്കഴിഞ്ഞു അല്ലേ, എല്ലാവരും അത് യൂസ് ചെയ്യുന്ന ആളുകളുമാണ് ഒരുവിധം ആളുകളും. അപ്പോൾ എഴുതാനൊക്കെ വളരെ എളുപ്പമാണ്. പണ്ടത്തെ ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാങ്കിൽ പോയി നിന്ന് വേണം ക്യാഷ് എടുക്കാനും എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അവിടെ പോയി സമയം ഒരുപാട് ചിലവാക്കി നിന്ന് അല്ലേ, ട്രാൻസാക്ഷൻ എടുക്കാൻ ലേറ്റ് ആവും, പല കാര്യങ്ങളും ചെയ്ത് കിട്ടാൻ സമയം എടുക്കുക, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഇന്ന് പക്ഷേ അങ്ങനത്തെ ഒരു കാര്യങ്ങളില്ല. വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ബാങ്കിങ് ചെയ്യാനുള്ള ഒരു ഇൻ്റർനെറ്റ് കണക്ഷനോ അല്ലെങ്കിൽ മൊബൈൽ ഫോണോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ആ കാര്യങ്ങൾ. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദ വേരിയസ് ടൈപ്സ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് പോളിസീസ്. ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ലൈഫ് ഇൻഷുറൻസ് പോളിസികൾ എന്നുള്ളത്. അപ്പോൾ ഇതിന്ന് ബാങ്ക് ബെനിഫിറ്റ്സ് ഹാവിങ് ഇൻഷുറൻസ്. അപ്പോൾ ഇൻഷുറൻസ് എടുത്താലുള്ള ബെനിഫിറ്റ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പിന്നെ 2 ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഈ ഒരു പാർട്ടിൽ നിന്ന് വന്നിരിക്കുന്നത്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് പോളിസീസും. അപ്പോൾ അത് നേരത്തെ പോലെ തന്നെയാണ്. ഇനി എസ്സേയിലേക്ക് വരുമ്പം നമ്മളോട് ചോദിക്കും വാട്ട് ആർ ദ വേരിയസ് ടൈപ്സ് ഓഫ് ബാങ്ക് അക്കൗണ്ട്സ്. അത് വളരെ എളുപ്പമായിട്ട് നമുക്കറിയാവുന്ന പോയിന്റുകളാണ്. ആ ബാങ്ക് അക്കൗണ്ടുകൾ തന്നെ 3-4 തരത്തിലുണ്ട്. അപ്പം ഫിക്സഡ് ആയിട്ട് ഇടുന്നതും പിന്നെ റെക്കറിങ് ആയിട്ട് എടുക്കുന്നതും സേവിങ്സ് ബാങ്ക് അക്കൗണ്ടും അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ചിലപ്പോൾ 2 മാർക്കിനും ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആ ഡിഫറെൻറ്റ് ബാങ്ക് അക്കൗണ്ടും എഴുതുക. അതേപോലെ തന്നെ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് എന്നുള്ളത്. നെക്സ്റ്റ് വാട്ട് ഡു യു മീൻ ബൈ കോർ ബാങ്കിങ്. കോർ ബാങ്കിങ്ങും അതേപോലെ തന്നെ അഡ്വാൻറ്റേജും ലിമിറ്റേഷൻസും ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇൻഷുറൻസ് എന്താണെന്ന് വന്നിട്ടുണ്ട്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. വളരെ ഈസി ആയിട്ടൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. വാട്ട് ഡു യു മീൻ ബൈ ബാങ്ക്. ബാങ്ക് എന്താണെന്നുള്ളതും അതേപോലെ തന്നെ ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ വേരിയസ് ഫങ്ഷൻസും. ഈ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലെ എസ്സേ ക്വസ്റ്റ്യനും ആയിരുന്നു അല്ലേ. അപ്പോൾ റിപ്പീറ്റേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഒരു എസ്സേ ആണ് ഇൻഷുറൻസിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ ബാങ്ക് എന്താണെന്നും അതേപോലെ തന്നെ അതിൻ്റെ പല ഫങ്ഷനും എഴുതാൻ പറ്റും. ഒപ്പം തന്നെ ഡിഫറെൻറ്റ് ബാങ്ക് അക്കൗണ്ട്സ് ഏതൊക്കെയാണെന്നുള്ളതും എങ്ങനെയാണ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ട പ്രൊസീജിയറൊക്കെ നന്നായിട്ട് തന്നെ എഴുതാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാവുന്നത്. റിപ്പീറ്റേഷൻ വന്നിട്ടുണ്ട്, ഒപ്പം തന്നെ
ആ മുന്നേ ചോദിച്ചതിൻ്റെ തൊട്ടടുത്ത പോയിന്റിലേക്ക് നീങ്ങിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും അല്ലേ. അതായത് ഇന്ന പോർഷൻ ഇന്നത് വരുമെന്ന് പറയാൻ കൂടി നമുക്ക് പറ്റാത്ത രീതിയിൽ അവർ ഓരോ പോർഷനിലും അവിടെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് പരീക്ഷയ്ക്ക് പോവുക. എന്നാൽ മാത്രം നന്നായിട്ട് പഠിക്കാനും എഴുതാനൊക്കെ സാധിക്കുള്ളൂ. അല്ലാണ്ട് ഈസി ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കത് നോക്കാതെ പോയിട്ട് കാര്യമില്ല. അപ്പോൾ ഇത്രയാണ് ബാങ്കിങ്ങിൻ്റെ 2ാം വർഷ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കിട്ടുന്നത്. ഇനി 3ാമത്തെയും കൂടി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണ അവിടെ കിട്ടും. അപ്പോൾ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്, കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പഠിക്കേണ്ട വിധം നിങ്ങൾക്ക് ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ടെന്നൊരു ഐഡിയ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.